തിരുവനന്തപുരം ഞാണ്ടൂർക്കോണത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കാട്ടായിക്കോണം സ്വദേശി അമൽ അജയ്യാണ് മരിച്ചത്. ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ അരുവിക്കോണം സ്വദേശികളായ ദമ്പതികൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, എന്തായിരുന്നു അപകട കാരണം? 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണല്ലോ. നേരത്തെ തന്നെ 2 പേരുടെ മരണമുണ്ടായി. ഇപ്പോൾ ചികിത്സയിലായിരുന്ന അയാൾ കൂടി മരിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ദിവ്യ, കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം ഞാണ്ടൂർക്കോണത്ത് വെച്ച് 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. ഈ ഒരു അപകടത്തിലാണ് ഇപ്പോൾ 3ാമത് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ അമൽ അജയ്, 21 വയസ്സുകാരനായ അമൽ അജയ് ആണ് ഇന്ന് രാവിലെ മരിച്ചിരിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:45 കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ ഞാണ്ടൂർക്കോണത്ത് വെച്ച് ഓപ്പോസിറ്റ് ദിശയിൽ വന്ന എതിർദിശയിൽ വന്ന 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അത് ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം നടന്ന അതേ ദിവസം തന്നെ ഈ സംഭവത്തിൽ അവിടെ വെച്ച് തന്നെ 2 പേർ മരണപ്പെട്ടിരുന്നു. അത് ദിലീപിന്റെ ഭാര്യ നീതുവുമായിരുന്നു. ഇവരാണ് ഒരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. അതുകൂടാതെ മറ്റു ബൈക്കിൽ വന്നത് ഇപ്പോൾ മരിച്ചിരിക്കുന്ന അമലും അതുപോലെ തന്നെ അമലിന്റെ സുഹൃത്തായ സച്ചുവുമായിരുന്നു മറ്റൊരു ബൈക്കിൽ വന്നത്. ഇവർ വന്ന ബൈക്ക് എതിർദിശയിൽ വന്ന ഈ ദിലീപിന്റെയും നീതുവിന്റെയും ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപ്പോൾ ഈ 4 പേർക്കും ഗുരുതരമായി തന്നെ പരിക്കുണ്ടായിരുന്നു. മറ്റു 2 പേർ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 3ാമത് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. ഇനി സച്ചു മാത്രമാണ് ചികിത്സയിലുള്ളത്. സച്ചുവിന്റെ നിലയും അതീവ ഗുരുതരം തന്നെയാണ് എന്ന് ഈ പ്രദേശവാസികളായ ആളുകൾ പറഞ്ഞത്. ഈ ചെറുപ്പക്കാർ വന്ന ബൈക്ക്, ഈ സച്ചുവും അതുപോലെ തന്നെ അമലും വന്നിരുന്ന ബൈക്ക് അമിത വേഗതയിലായിരുന്നു. അങ്ങനെയാണ് ഈ ദിലീപും അതുപോലെ തന്നെ നീതുവും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ വന്ന് ഇവർ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി 3 മരണമാണ് ഈ ഒരു ഞാണ്ടൂർക്കോണം ബൈക്ക് അപകടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ സച്ചുവിന്റെ നിലയും ഗുരുതരമാണ് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ദിവ്യ.